सरस्वती नमस्तुभ्यं वरदे कामरूपिणि सरस्वती नमस्तुभ्यं वरदे कामरूपिणि. ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ. ഇന്ന് ഈ നവരാത്രി ദിനത്തിൽ വേറിട്ട ഒരു നവരാത്രി ആഘോഷ കാഴ്ചയാണ് ജയ് ഹിന്ദ് ടി വി നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തുള്ള ശ്രീ ഗുജറാത്തി സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള നവരാത്രി ആഘോഷങ്ങളായിരിക്കും പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അപ്പോൾ ഗുജറാത്തിൽ എങ്ങനെയാണ് നവരാത്രി ആഘോഷിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ശ്രീ ഗുജറാത്തി സമാജത്തിൻ്റെ ആക്റ്റീവ് മെമ്പറിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. सरस्वती नमस्तुभ्यं वरदे कामरूपिणि. നവരാത്രി ആഘോഷങ്ങൾ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ്. ഗുജറാത്തിൽ അതെങ്ങനെയാണെന്ന് അറിയിക്കാനായിട്ട് നമ്മോടൊപ്പം ഇന്ന് ഗുജറാത്തി ശ്രീ സമാജിൻ്റെ ആക്റ്റീവ് മെമ്പറായ പ്രവീൺ ചേട്ടനുണ്ട്. അപ്പോൾ പ്രവീൺ ചേട്ടൻ എങ്ങനെയാണ് ഗുജറാത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ബ്രീഫിംഗ് നമുക്ക് തരുന്നതായിരിക്കും. ചേട്ടാ, എങ്ങനെയാണ്? ആദ്യമായിട്ട് എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗുജറാത്തി സമാജിൻ്റെ നവരാത്രി ആശംസകൾ. നവരാത്രി ഉത്സവം ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ ഒരു വളരെ വളരെ മുഖ്യ ഉത്സവമാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം. കൊച്ചു കുട്ടികൾ മുതൽ അങ്ങേയറ്റം പ്രായമായ എല്ലാവരും ഒരേപോലെ ഉത്സാഹിച്ച് ഉത്സവം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് നവരാത്രി. നമ്മളിവിടെ ഏകദേശം 45 വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്നിട്ട് 45 വർഷമായി. ഗുജറാത്തിൽ നടത്തുന്ന അതേപോലെ ഇല്ലെങ്കിലും ഏകദേശം അതേപോലെ കൊണ്ട് നടക്കാനും ഇവിടെയുള്ള ഗുജറാത്തി മെമ്പേഴ്സിന് നവരാത്രി എന്തരാണ് ഇവിടുത്തെ പിള്ളേർ, ഇവിടെ വളർന്ന പിള്ളേർക്ക് അവിടുത്തെ കൾച്ചർ അറിയിക്കാനും മറക്കാതിരിക്കാനും എല്ലാം കൊണ്ടാടുന്നത്. 1965 മുതൽ ഏകദേശം നമ്മൾ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഇതേപോലെ 9 ദിവസം സെലിബ്രേഷൻ ഇതിനാളെ നന്നായിട്ട് നടന്നുകൊണ്ട് ഇപ്പം മെമ്പേഴ്സ് എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ചെറിയ എന്നാലും ഉള്ളവര് മാക്സിമം ഉത്സാഹത്തോടെ നല്ല പാർട്സ് ഇന്ന് നമുക്കത് കാണാമല്ലോ അല്ലെ, എങ്ങനെയാണെന്ന്. അതായത് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ട് ഈ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ബംഗാളിലും അതുപോലെ തന്നെ ഗുജറാത്തിലുമാണെന്നാണ് എൻ്റെ ഒരു അല്ലേ. അതായത് ബംഗാളിൽ ദസറ മെയിൻ ആണ്. നവരാത്രി കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം ദസറ അതാണ് അവിടുത്തെ മെയിൻ. നവരാത്രി മെയിൻ ഗുജറാത്തിലാണ്. ഒരുപാട് ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ഒക്കെ നിങ്ങൾ ഇതിനോട് ഡാണ്ടിയ റാസ് കൊടുത്തെല്ലാം. ഡാണ്ടിയ റാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് കുട്ടികളെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങോട്ട് കളിക്കുന്നത്. സ്റ്റെപ്പ് എടുത്ത് പ്രത്യേകം സ്റ്റെപ്പ് അനുസരിച്ച് കളിക്കുന്നത്. ഓക്കെ. ഗർഭരസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗർഭ എന്ന് പറഞ്ഞാൽ അത് ലേഡീസ് ഗർഭ എടുത്ത് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഇവിടെ ചെയ്യാനില്ല. ഗർഭ ഇത് ഗർഭയാണ് ഈ കാണുന്നതിന്. അതിന് ചുറ്റും കളിക്കുന്ന ഗർഭ, ഈ മൺകലത്തിനാണ് ഗർഭ എന്ന് പറയുന്നത് അല്ലെ. ഗർഭരാസ് എന്ന പേരുള്ള ഒരു ഡാൻസ് ഫോം ഉണ്ടല്ലോ. അപ്പൊ അതിലെ ഗർഭരാസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൺകലത്തിന് ചുറ്റും അതുപോലെ ദേവിയുടെ ചിത്രത്തിന് ചുറ്റുമാണ് ഇവര് ചുവട് വയ്ക്കുന്നത്. അപ്പൊ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഗർഭ എന്ന് സൂചിക്കുന്നത് ഗർഭം. അതായത് ഈ കലം എന്ന് പറഞ്ഞ ഗർഭപാത്രത്തിനെയാണ്. അതിനകത്തൊരു നമ്മൾ വിളക്ക് വച്ചിട്ടുണ്ട്. ആ വിളക്ക് പ്രതികരിക്കുന്നത് കുഞ്ഞിനാണ്, ജീവനെ ഗർഭത്തിൽ വളർന്ന കുഞ്ഞിനെ പ്രതികരിക്കുന്ന ആദ്യകാലത്ത്. അതായത് പണ്ട് ഈ അസുരന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് ഈ ഗർഭം ധരിച്ച സ്ത്രീകൾ ഇതേപോലെ ഒരു മൺകുലം വെച്ചിട്ട് ദേവിയുടെ മുമ്പേക്ക് ഇറങ്ങി ഈ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രകാശം വെളിയിൽ വന്ന് ആ ഗർഭത്തിൽ വീണ് ആ ഗർഭം ആ ജീവനെ നമ്മൾ സംരക്ഷിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഇത് അതുപോലെ തന്നെ ആണുങ്ങളും ഇതിന് ചുറ്റും അല്ലെ ഈ ഡാണ്ടിയ ഫോംസ് ഒക്കെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു ചേട്ടനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ഏതൊക്കെ ഗാനങ്ങളാണ് ഇതിന് എടുക്കുന്നത് നിങ്ങൾ? ഫോക്ക് സോങ്സ്. അപ്പൊ ഈ 9 ദിവസവും എല്ലാ ദിവസവും രാത്രി ഇതുപോലെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു വഡോദരയിലും അഹമ്മദാബാദിലൊക്കെ കുറച്ചും കൂടെ വളരെ ലാർജ് സ്കെയിലാണ് അല്ലേ. ലാർജ് സ്കെയിൽ മോഡേൺ ആയിട്ട് ചെയ്യും ആൾക്കാരുടെ അനുസരിച്ച്. ഓക്കെ. കാര്യം ബോംബെയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഗുജറാത്തി അസോസിയേഷൻ്റെ ഇതെല്ലാം ഞാൻ കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ടുള്ള ആഘോഷങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ശ്രീ ഗുജറാത്തി സമാജ് തിരുവനന്തപുരത്തിന്റെ നവരാത്രി ആഘോഷങ്ങൾ വളരെ രസകരമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ആ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. द्वितीया बे स्वरूप
सरस्वती नमस्तुभ्यं वरदे कामरूपिणि सरस्वती नमस्तुभ्यं वरदे कामरूपिणि. എങ്ങനെയാണ് ഗുജറാത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നതെന്ന ഒരു ചെറിയ വിവരണം പ്രവീൺ ചേട്ടൻ തന്നായിരുന്നു. അത് കാണുക എന്നുള്ളത് ഇതിൽ നിന്ന് രസമായിരിക്കും. അതായത് ഗർഭരാസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ഫോം ഉണ്ട്, ഡാണ്ടിയ രാസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം ഉണ്ട്. ഗർഭരാസ് എന്നുള്ള ഡാൻസ് ഫോം ആയിരിക്കും ആദ്യം സ്ത്രീകൾ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് കാണാം, തിരിച്ചു വരാം. ഗർഭരാസ്. सरस्वती नमस्तुभ्यं वरदे कामरूपिणि